കലംബാസുര കലംബാസുര സർവരാജ് രക്ഷക സർവരാജ് രക്ഷക സൗരയൂഥ ബാലക സൗരയൂഥ ബാലക കാത്തോളനെ പഞ്ചവത്സര പദ്ധതിയുടെ ഇന്റർവ്യൂ പദ്ധതിയുടെ ഇന്റർവ്യൂ തകർക്കാൻ പറ്റണേ വൈറൽ ആവണേ. രാവണനൊക്കെ നമുക്ക് അസുരനായിട്ട് അറിയാം. പക്ഷെ ഈ പുള്ളി ഉണ്ടായിരുന്നു, ആരും കണ്ടെത്തിയില്ല. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അത് കണ്ടെത്തി. കൃഷ്ണന്തൊക്കെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരിക്ക് കലംബാസിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 17ാമത്തെ ദിവസം കൃത്യം 3:40 എന്നോട് കൃഷ്ണൻ പറഞ്ഞത് കലംബാസിനെ അല്ലെ 3:40. 5 എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. പഞ്ചവത്സര പദ്ധതി, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചമുഖങ്ങള്, കുറെ പഞ്ചസാര പഞ്ചമിഠായി. ഞാൻ പ്രതീക്ഷിച്ചു. സിനിമ കണ്ടാൽ ഒരു 2 ഗുണം ഉണ്ടാവും. ഒന്ന്, നമുക്ക് കുറെ സമയം ലാഭം കിട്ടും, കുറെ കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ? അത് കലംബാസിന്റെ ഒരു അതും പ്രവർത്തനമാണ്. ഇതേ ബോഡിയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ മലയാളത്തിൽ ഇതേ ബോഡിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ എണ്ണം തെറ്റിയതാ. ആ 5 പദ്ധതികളാണ്. എനിക്കൊരാളെ നോക്കിയിട്ട് അയാളെ മുഖത്ത് കാണാനേ പറയാൻ പറ്റുള്ളൂ. കിച്ചാപ്പൂസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ PG പ്രേംലാൽ ഡയറക്ട് ചെയ്ത് KG അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന സിജു വിൽസൺ നായകനാവുന്ന പഞ്ചവത്സര കലംബാസിനെ വിളിക്കണം. അത് വിളിച്ചു തുടങ്ങിയല്ലോ തുടക്കത്തില് അവസാനമുള്ള എപ്പോഴും കലംബാസുരം കേൾക്കില്ല. ഒരു ശക്തിമന്ത്രമുണ്ട്. കൊറേ വെള്ളിയടിച്ച് തെറ്റിച്ചില്ലേ? പറഞ്ഞു തുടങ്ങി. സർവരാജ്യ രക്ഷക കൈ വെക്ക, നെഞ്ചത്ത് കൈ വെക്ക, കൈ വെച്ച് പറ. ഇങ്ങനെ വെക്ക. ഇടത്തെ കൈ ഇവിടെ വെച്ച് വലത്തെ കൈ പൊക്ക്. ഏത് വെച്ചാലും പ്രശ്നമില്ല. വലതും ഇടതൊക്കെ നമുക്ക്. ഓക്കെ. കലംബാസുര സർവരാജ് രക്ഷക സർവരാജ് രക്ഷക സൗരയൂഥ ബാലക സൗരയൂഥ ബാലക കാത്തോളനെ പഞ്ചവത്സര പദ്ധതിയുടെ ഇന്റർവ്യൂ തകർക്കാൻ പറ്റണേ. വൈറൽ ആവണേ. തകർക്കാൻ പറ്റണേ. ഞാനും വൈറലാവണേ. എന്തൊക്കെയാണോ പ്രാർത്ഥിച്ചോ എല്ലാം നന്നായിട്ട് നടത്തണേ. എല്ലാം നന്നായിട്ട് നടത്തണം. സൂപ്പർ ഹിറ്റും ആവണേ. ഇനി തുടങ്ങി അതെ. കിച്ചാപ്പൂസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ PG പ്രേംലാൽ സംവിധാനം ചെയ്യുന്ന KG അനിൽകുമാർ പ്രൊഡ്യൂസർ ചെയ്യുന്ന സിജു വിൽസൺ നായകനാവുന്ന പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ ഏപ്രിൽ 26 മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അതിലെ താരങ്ങളാണ് സിജു വിൽസണും നിഷ സാരംഗും കൃഷ്ണേന്ദും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള PG പ്രേംലാലും. നമസ്കാരം. 19ാം നൂറ്റാണ്ടിലെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന ക്യാരക്ടറിന് ശേഷം സിജു വിൽസൺ നായകനായി എത്തുകയാണ് പഞ്ചവത്സര പദ്ധതിയിലേക്ക്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ കേട്ട് എങ്ങനെ ഇഷ്ടമായിട്ട് തന്നെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. അല്ലാതെ ആരും പിടിച്ച് നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതല്ല. ഇതിലൊരു നാടൻ കഥാപാത്രത്തെയാണെന്ന് തോന്നുന്നു. അതെ, നാട്ടുമ്പുറവും നാടൻ സാധാരണക്കാരനായിട്ടുള്ള, അതായത് സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഏത് തരത്തിലാണ് ഇത് പ്രേക്ഷകരിലേക്ക്, അതായത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരൊക്കെ ധീരനായ യോദ്ധാവ്, ഇതിലും സമരങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും പ്രേക്ഷകരിലേക്ക് സിജു വിൽസൺ ഈ ഒരു കഥാപാത്രത്തിലൂടെ എത്തുന്നത്? അതില് സമരമുറകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ സനോജിൻ്റെയും കലംബാസറിൻ്റെയൊക്കെ കുറച്ച് പദ്ധതികളുണ്ട്. പഞ്ചവത്സര പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. ആ പദ്ധതിയൊക്കെ നടപ്പിലാകോ ഇല്ലോ എന്നുള്ളതാണ് ഈ സിനിമ കഴിയുമ്പോൾ അറിയാം. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ പദ്ധതികളുമായിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സനോജിൻ്റെയും കലംബാസറിൻ്റെ കുറച്ച് പദ്ധതികളുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. അതായത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുമ്പോൾ ഒരു യോദ്ധാവായിരുന്നു, ഒരുപാട് സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിലും അതുപോലെ നാടൻ തല്ലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിജു വിൽസണിൽ നിന്ന് ഞങ്ങൾ പിന്നെ ട്രെയിലർ കണ്ടില്ലേ? അടിയോടടിയാണ്. താടിയിലൊക്കെ പൊളിച്ചേർന്നു. കലംബാസിന്റെ ഒക്കെ മസിൽസ് ഒക്കെ ഉണ്ടല്ലേ, അത് അതിനോടൊക്കെ കട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഫൈറ്റ് ഒക്കെ. അപ്പം ഡയറക്ടർ സാറിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് സിജു വിൽസൺ, അതായത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന ക്യാരക്ടർ കണ്ടതിന് ശേഷമാണോ സിജു വിൽസൺ തന്നെ കലംബാസിലെ പഞ്ചവത്സര പദ്ധതി എന്ന സിനിമയിലേക്ക് ആളും മതി എന്ന് ഡിസൈഡ് ചെയ്തത്? അല്ല, ഇത് നമ്മളിപ്പോൾ തമാശകളൊക്കെ വിട്ടിട്ട് കാര്യമായിട്ട് പറഞ്ഞു തുടങ്ങിയാൽ, നമ്മളൊരു ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇത് അഭിനയിക്കണം എന്നൊരു ആക്ടറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഒരു നടൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശേഷി, ഇപ്പം പുള്ളിയുടെ ഒരു മനുഷ്യനെന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും
ഒരു സമൂഹജീവി എന്നുള്ള നിലയിലും നമ്മളൊരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിനോട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു വിഷയമാണ് നമുക്ക് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യേണ്ടുന്ന തരത്തിലുള്ള സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ സിനിമയിൽ കൂടെ പറയുന്നത്. സജീവ് പാടുന്ന അത്തരത്തിലുള്ളൊരു തിരക്കഥയാണ്. അപ്പം അതിനോട് നമ്മൾ കഥ പറഞ്ഞപ്പോൾ സിജു പ്രകടിപ്പിച്ചൊരു വലിയൊരു എന്തൂസിയാസം ഉണ്ട്. അത് തന്നെയാണ് സിജു പ്രധാനമായിട്ടും ഈ സിനിമയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥാപാത്രം വളരെ ഇമോഷണലായിട്ടും ഒക്കെ അതുപോലെ വളരെ ലൈറ്റർ മൊമെൻറ്റ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന അത്യാവശ്യം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനുതകുന്നൊരു കപ്പാസിറ്റി ഒരു ആസ് ആൻ ആക്ടർ സിജുനുണ്ട്. അതിപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴും ഓഡിയൻസും അത് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടാണ് സിജു സനോജ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് പ്രേക്ഷകർ മുമ്പിൽ. എനിക്ക് ഇച്ചിരി കപ്പാസിറ്റി കൂടി പോയി. അതുകൊണ്ടാണ് ആ ഒറ്റ തെറ്റ് കാരണമാണ് കപ്പാസിറ്റി കൂടിയതുകൊണ്ട്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് ഓൾറെഡി സിജു വിൽസൺ പറഞ്ഞു. അപ്പം എങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതി എന്ന സിനിമയ്ക്ക് പേരിടാൻ? അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 5 വർഷം സർക്കാരൊക്കെ നടപ്പിലാക്കുന്ന. അതെ അതെ അതെ. ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു പ്രദേശം, ആ പ്രദേശത്ത് കൂടുതൽ മെച്ചപ്പെട്ട വികസന അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് ചില പ്രത്യേകമായിട്ടുള്ള ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുക, ഇതൊക്കെയാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് കലംബാസുരൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ദേശരക്ഷാ ചരിത്രമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കലംബാസുരൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് അവിടുത്തെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത അടരുകളിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാട് മനുഷ്യർ പലതരത്തിൽ അത് അവരുടെ ജീവിതങ്ങളെ ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് കഥ ആത്യന്തികമായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും അതുകൊണ്ട് തന്നെ കലംബാസുരനൊരു പദ്ധതിയുണ്ട്, സിജു അവതരിപ്പിക്കുന്ന സനോജിന് ഒരു പദ്ധതിയുണ്ട്, പിന്നെ നായികയായിട്ടുള്ള കൃഷ്ണേന്ദുവിൻ്റെ കഥാപാത്രത്തിന് ഒരു പദ്ധതിയുണ്ട്, പഞ്ചായത്ത് മെമ്പർ അമ്പിളിക്ക് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും 5 പേരുടെ അല്ല, പദ്ധതികളുടെ ആവിഷ്കാരമായിരിക്കും. അതെ, എല്ലാം കൂടി ചേർന്ന ഒരു ആകെ മൊത്തം ടോട്ടലുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റേഴ്സിലൊക്കെ ആണെങ്കിലും കലംബാസുരൻ ഭയങ്കര ഹിറ്റായി. ഇപ്പം മലയാളികൾ ഒന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത കലംബാസുരനെ കാണാനൊക്കെ ഞങ്ങൾ വളരെ വെയിറ്റിംഗ് ആണ്. അപ്പം എന്തായിരിക്കും കലംബാസുരൻ, എങ്ങനെയാണ് കലംബാസുരൻ ഈ സിനിമയിൽ? കലംബാസുരൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹീറോ കൺസെപ്റ്റ് ഉണ്ട് എല്ലാ മനുഷ്യർക്കും. അത് സൂപ്പർ ഹീറോ ആവണമെന്നല്ല, അതല്ലാതെയും നമ്മുടെയൊക്കെ ഇടയിൽ ചെറിയ ചെറിയ ഹീറോസ് ഉണ്ടാവും. ആ ചെറിയ ഹീറോസിനെ എങ്ങനെ ഒരു പ്രദേശത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട് പറയുന്നത്. ഇതിൻ്റെ വളരെ കുറച്ചുകൂടെ ഒരു സീരിയസ് നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രദേശവും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളിലൊക്കെ ഇത്തരത്തിലുള്ള വളരെ ചിലപ്പോൾ ഒരു പഞ്ചായത്തിലാവും ഒരു ഹീറോ ഉണ്ടാവുക, ചിലപ്പോൾ അതൊരു കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലൊരു ദേശത്തിൻ്റെ ആവും, ചിലപ്പോൾ ആഗോള തലത്തിലൊരു രക്ഷകനുണ്ടായെന്ന് വരാം. ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ പടത്തിനെ സംബന്ധിച്ചിടത്തോളം കലംബാസുരൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ എങ്ങനെ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ചില സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള മനുഷ്യരാൽ അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, കച്ചവടം, രാഷ്ട്രീയം, അഴിമതി, അതുപോലെ തന്നെ ചില ആൾദൈവ സങ്കല്പങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അത്തരം ചില കൺസെപ്റ്റുകൾ, ഇതൊക്കെ എങ്ങനെ ആ കലമ്പേരി എന്ന് പറയുന്നൊരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഭൂമികയിൽ എങ്ങനെ അടയാളപ്പെടുന്നു, എങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നു, ഇതൊക്കെയാണ് പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അണ്ടർ കറൻറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയും. കൃഷ്ണേന്ദുവിനെ സംബന്ധിച്ച് ഫസ്റ്റ് മൂവിയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിലെ സെറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ സിജു വിൽസണോടൊപ്പമുള്ള ആ ഒരു അഭിനയമൊക്കെ? എല്ലാവരുമായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. സെറ്റ് ഫുള്ളൊരു വൈബിൽ ഇങ്ങനെ പോവായിരുന്നു. സിജു ചേട്ടനായിട്ടും അതേ ഒരു വൈബ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാ. ഈ സിനിമയിൽ ഏത് ക്യാരക്ടറിനെയാണ് കൃഷ്ണേന്ദു ചെയ്യുന്നത്? എൻ്റെ ക്യാരക്ടറിന് പേര് ഷൈനി എന്നാണ്. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. എന്നാൽ സിറ്റി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. പദ്ധതിയുണ്ട്. അതെ, ഒരു പദ്ധതി ഉണ്ട് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് മെമ്പർ അമ്പിളിയിലേക്ക് നേടിയെടുക്കാനാണ് മെമ്പർ അമ്പിളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സിനിമകൾ എടുത്താലും നിഷാസാരെങ്കിൽ ആ ഒരു തനതായ ശൈലിയും, അതായത് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ സിനിമകളിലാണെങ്കിൽ ഉപ്പുമുളകിൽ അടക്കമുള്ള ആ ഒരു അമ്മ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു തനതായ ശൈലി. അപ്പോൾ ഈ സിനിമയിലും പഞ്ചവത്സര പദ്ധതിയും ഒരു നാടൻ രീതിയിൽ തന്നെയാണോ മെമ്പർ അമ്പിളി എന്ന ക്യാരക്ടറും? നാടനാണ്, നാട്ടുമ്പുറമാണല്ലോ, നാടൻ തന്നെയാണ്. നാട്ടുമ്പുറത്തെ ഒരു മെമ്പറാണ്. മെമ്പർക്കൊരു സത്യസന്ധതയുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന രീതിയിൽ പോകുന്ന
ഒരു ക്യാരക്ടറാണ്. മെമ്പർ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് കറപ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതികളെയൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനാണ്. അതായത് ഇപ്പം പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം നടക്കാതിരിക്കുന്ന കാര്യങ്ങളും ഒരുപാടെണ്ണം പെൻഡിങ്ങിൽ വെക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പം സമൂഹത്തിലേക്കാണെങ്കിലും മെമ്പർ അമ്പിളി കാണിച്ചു കൊടുക്കുന്നത് അതിനൊക്കെ എതിരായി സത്യസന്ധതയൊക്കെയാണോ? നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള അമ്പിളിയുടെ ഒരു പദ്ധതി. അതാണ് കറക്റ്റാണ് പറഞ്ഞത്. നടക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അത് നടത്താൻ വേണ്ടി അമ്പിളിയുടെ ഒരു ചെറിയൊരു പോരാട്ടം. അതുകൂടി എല്ലാം മനസ്സിലാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ട്രെയിലറിനകത്ത് അമ്പിളി എന്ന കഥാപാത്രം പറയുന്നുണ്ട് സമരങ്ങളൊന്നും നേടിയിട്ടില്ല എന്ന്. സമരങ്ങളൊന്നും നേടിയിട്ടില്ല എന്നല്ല, സമരങ്ങളൊന്നും തോൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന്. അപ്പം അങ്ങനെ പറയണ സമരങ്ങൾ നടത്തിയിട്ടും നമുക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, സമരങ്ങൾ നടത്തും, പക്ഷെ സമരങ്ങൾ ഇടയ്ക്ക് നിന്ന് പോകും, പക്ഷെ സമരങ്ങൾ തോൽക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്യുകയാണെങ്കിൽ നമ്മളത് നേടിയെടുക്കും എങ്ങനെയാണെങ്കിലും. അങ്ങനെ ഒരു നേട്ടത്തിന്റെ കഥ തന്നെയാണ് പഞ്ചവത്സര നേട്ടം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടെല്ലാം കാണാൻ പാടുള്ളൂ. പദ്ധതി നടപ്പാക്കലാണ്. അതുപോലെ തന്നെ ഇപ്പം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണെങ്കിലും ചരിത്രത്തിൽ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുസ്തകങ്ങളിൽ പോലും രചിക്കപ്പെടാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. എന്നാൽ അതിൽ നിന്നും മാറി ഇതൊരു ദേശത്തെ സംരക്ഷിക്കാനുള്ളൊരു ക്യാരക്ടറായിട്ടാണ് സിജു വിൽസൺ ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിന് എത്രത്തോളം അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകൾ ഈ ഒരു ഗ്രാമത്തിൽ കൊടുക്കാൻ സാധിച്ചു സിജു വിൽസൺ എന്ന ക്യാരക്ടറിന് ഒരു സിനിമയിലൂടെ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഒരുപാട് സമരമുറകളും നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താ അറിയോ, ഒരു ഒന്നാമത്തെ കാര്യം ആറാട്ടുപുഴ വേലായുധപ്പണിക്കർക്ക് എന്ന് പറയുന്ന പുള്ളിക്ക് വലിയ മിഷനും പരിപാടികളും പിന്നെ നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നത്. സിജുവിന്റെ നമ്മുടെ കള്ളനാണ്, ശുദ്ധനാണ്, സ്നേഹമുള്ളവനാണ്, ദുഷ്ടനാണ്, ചതിയനാണ്, നല്ല കുട്ടിയാണ്, നല്ല മകനാണ്, നല്ല നാട്ടുകാരനാണ്, നല്ല സഹപ്രവർത്തനാണ്, നല്ല കൂട്ടുകാരനാണ്. ഇതൊക്കെ പുള്ളി ഞാൻ പറഞ്ഞല്ല, പുള്ളി കഴിഞ്ഞ ഇന്റർവ്യൂ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം മറ്റ് സിനിമകളിൽ നിന്നും, അതായത് സിജു വിൽസൺ ഇപ്പം ചെയ്ത സിനിമകളിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് ഈ പഞ്ചവത്സര പദ്ധതി വ്യത്യാസമായിട്ട്? പ്രമേയം കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമാകുന്നത്. പിന്നെ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അത് വ്യത്യസ്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വ്യത്യസ്തത എന്ന് പറയാം, ശ്രമമാണല്ലോ. പിന്നെ എനിക്ക് എല്ലാ ഇമോഷൻസും ഇതിൽ പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു സീൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പെർഫോമൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ തമാശ പറഞ്ഞതല്ല, ഈ പറഞ്ഞതെല്ലാം ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്, ഈ ഒരു ക്യാരക്ടർ ഇതിനകത്ത് എല്ലാം വന്നു പോകുന്നുണ്ട്. എനിക്കൊരാളെ നോക്കിയിട്ട് അയാളെ മുഖത്ത് കാണാനേ പറയാൻ പറ്റുള്ളൂ. പോണ മോനെ മോൻ വിഷമിക്കട്ടെ, മോനെ ഭാവിക്ക് വേണ്ടി, മോനെ നല്ല ഭാവിക്ക് വേണ്ടി ചേച്ചി പറഞ്ഞതെന്ന് വിചാരിച്ചോ. അതുപോലെ തന്നെ ഇതൊരു ആക്ഷേപ ഹാസ്യം എന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് വരുന്നത്. ഇത് ഒരുപാട് ഫണ്ണും കാര്യങ്ങൾ, കോമഡി എന്റർടൈനർ ആയിരിക്കും. അങ്ങനെ ഭയങ്കര ലൗഡായിട്ടുള്ള ഫണ്ടിന്റെ അല്ല ഇത് വളരെ രസമായിട്ട് പറയുന്ന ഒരു സിനിമ. ആ രീതിയിലാണ് ഇത് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സാഹചര്യമാണ് അതിൽ. ഇപ്പോൾ ഇമോഷൻസ് ഇപ്പോൾ തമാശ ആയിക്കോട്ടെ, ഇതെല്ലാം സാഹചര്യമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോമഡിയായിട്ടും മനസ്സിലാവുന്നത് തന്നെയാണ്. അത് ആർത്തിരമ്പി പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ളതല്ല. അത് അറിയില്ല, തിയേറ്ററിൽ ഒന്നും ഓഡിയൻസ് സമൂഹത്തിലേക്ക് ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിലായിരിക്കും വരുന്നതല്ലേ. സമൂഹത്തിൽ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അഴിമതി മുതൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സംഗതികൾ മുതൽ ഒരു ലാഭത്തിനുള്ളൊരു കണ്ണുണ്ടാകുമ്പോൾ അവിടുത്തെ മുതലാളിമാരൊക്കെ രംഗത്തിറങ്ങുന്നത് മുതൽ അതെ ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ആൾ ദൈവങ്ങളുടെ പരിപാടികൾ, ഇതൊക്കെ സാഹചര്യം ചൂഷണം ചെയ്യും. അതെ അതെ അതെ. അതുപോലെ ഈ സിനിമ ഒരു ഭക്തി മാർഗം നോക്കുന്നുണ്ട്. അതായത് കലംബാസുരൻ എന്നൊരു കഥാപാത്രം ഇതിലേക്ക് വരുന്നു. അപ്പം ഭക്തിയുടെ അങ്ങനെ എന്തെങ്കിലും, കലംബാസുരനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്. അല്ല, ഇതൊരു ഡിവൈൻ സിനിമയല്ല, ഇതൊരു അസുരൻ. അതുപോലെ തന്നെ ട്രെയിലറിൽ പറയുന്നുണ്ട് തറവാട്ടിൽ പറഞ്ഞൊരു അസുരൻ. അതെ, ഡിവൈൻ അല്ല, അവിടെ തന്നെ ഉണ്ടല്ലോ കലംബാസുരൻ. അതൊരു ഡിവൈൻ അല്ല, അസുരനാണ്. അപ്പൊ ആ അസുരൻ എങ്ങനെയാണ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൺസെപ്റ്റുകൾ. ഇപ്പൊ അസുരനായാൽ അത് കറുത്തിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പൊ വെളുത്താൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യമുണ്ട്. റഷ്യയില് അമേരിക്കയിൽ ജനിച്ച അസുരനാണ്.
അമേരിക്കയിൽ ജനിച്ച അസുരനാണോ? ആ വെളുത്തിരിക്കണ്ട്. ഈ അസുരൻ ത്രൂ ഔട്ട് ഈ സിനിമയിൽ അതെ തീർച്ചയായിട്ടും അസുരന്റെ വലിയ സിനിമയിലുണ്ട്, presence. ഇന്റർവ്യൂനുണ്ട്. ഇപ്പൊ പുള്ളി പോസ്റ്ററിലാണ്, പോസ്റ്ററിൽ പ്രൊമോഷനിലിരിക്കുകയാണ്. നടന്നിരിക്കുകയാണ്. നമുക്ക് പുള്ളിയാണ് കാണാൻ- നമ്മളെയൊന്നും കാണേയില്ല. പുള്ളിക്ക് അതിനെ കാണാനായിട്ടുള്ള ഒത്തിരി ആ, പറ്റുന്നില്ല എനിക്കൊന്ന് എന്നുള്ള അവിടെ പ്രസൻസ്. കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ കാണാൻ അത് പറ്റുക? സിനിമ കൊണ്ട് എന്തൊക്കെ പ്രസൻസ് കിട്ടും. അല്ലാതെ നമുക്ക് സ്മരിച്ച അതാ പറ അത് ഇത്തിരി ആത്മാർത്ഥമായിട്ട് സ്മരിച്ചാൽ ഉണ്ടാവും. കലംബാസുരൻ ഈ കാഴ്ച മുന്നേ ദർശനം പ്രാർത്ഥിച്ച നടക്കും. പ്രാർത്ഥന. ദർശനം നടക്കും. അപ്പൊ പ്രാർത്ഥന എങ്ങനെയാണ് അത് ഡയറക്റ്റ്? പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഈ സിനിമയൊക്കെ അഭിനയിച്ചു വന്നിട്ട് കുറേ ദിവസം കലംബാസുല പറഞ്ഞ് ഭയങ്കരമായിട്ട് മാറ്റം വന്നു വീട്ടിലൊക്കെ, ലൊക്കേഷനിലും. അല്ല ഇതിന്റെ ഇയാള് ചോദിച്ചല്ലോ ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇതിന്റെ കുറിച്ച് പ്ലവന സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്ലവന സംഹിതയെ കുറിച്ച് പ്ലവന സംഹിത വായിച്ചിട്ടുണ്ട്. എന്താ പ്ലവന സംഹിത? പ്ലവന സംഹിത അതിന്റെ PDF ഞങ്ങള് അവൈലബിൾ. പ്ലവന സംഹിത എഴുതിയത് അതൊക്കെ സിനിമ കണ്ടാലേ നമുക്ക് പ്ലവന സംഹിത എന്ന് പറഞ്ഞൊരു ഇതും സിനിമയിലുണ്ടോ? ആ ഉണ്ട്. അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കലംബാസുരന്റെ കലംബാസുരന്റെ ചിട്ടകൾ. സ്ഥാനം അല്ലേ, അല്ല, ഒരു ചോദ്യം കൂടി. ഇപ്പൊ എനിക്ക് മൂലസ്ഥാനത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. കലംബാസുരൻ എന്ന അത് ഡയറക്ടർ കൊണ്ടുവന്നാണ് അത് എവിടുന്നെങ്കിലും? ഞാനല്ല റൈറ്ററുടെ പ്ലവന സംഹിത കണ്ടെത്തിയത് എന്റെ റൈറ്റർ. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്ക് എവിടെ പോയപ്പോ കിട്ടിയതാണോ? അസുരൻ കലംബാസുരൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കലംബാസുരൻ എന്തായിരുന്നു സ്റ്റോറി? പുള്ളിക്ക് അതൊക്കെ സിനിമ അതെല്ലാം അതൊക്കെ ഇല്ല, സിനിമ അതാണല്ലോ സസ്പെൻസ് ഫാക്ടർ. അതാണ് നമുക്ക് ആർക്കും അറിയാത്തൊരു കലംബാസുരനാണ് അതെ നിങ്ങളായിട്ട് കൊണ്ടുവരികയാണല്ലേ? അതെ. ഇല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരുന്നു, ഞങ്ങളത് കൊണ്ടുവന്നു. നമുക്ക് എല്ലാവർക്കും രാവണനൊക്കെ നമുക്ക് അസുരനായിട്ട് അറിയാം. പക്ഷെ ഈ പുള്ളി ഉണ്ടായിരുന്നു, ആരും കണ്ടെത്തിയില്ല. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അത് കണ്ടെത്തി. നമ്മള് കൃഷ്ണന്തു ഒക്കെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരിക്ക് കലംബാസുരനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 17ാമത്തെ ദിവസം കൃത്യം 3:40 എന്നോട് കൃഷ്ണൻ പറയുന്നത് കലംബാസുരനെ അല്ലെ 3:40 45 അതിനിടയിലുള്ളൊരു മുഹൂർത്തത്തിലായിരുന്നു. എല്ലാവരും ഇപ്പൊ കലംബാസുരന്റെ പ്രസൻസ് സെറ്റില്. പുള്ളി ഭയങ്കര ഈ കുഗ്രാമത്തിലാണ് ഈ അസുരൻ ജനിച്ചത്. പക്ഷെ ആരും പെട്ടെന്ന് അറിഞ്ഞില്ല. ഈ കുറച്ച് ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജനിക്കുന്ന ആൾക്കാരും അവിടെ എന്തൊക്കെ കാണിച്ചാലും പുറത്തേക്ക് അറിയാൻ കുറച്ച് കാലം പിടിക്കുമല്ലോ. അത് പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞു. സ്ക്രിപ്റ്റ് റൈറ്റർ അത് കണ്ടെത്തി അത് പുറത്ത് ജനങ്ങളിൽ കാണിച്ചു. എങ്ങനെ സെറ്റിലൊക്കെ എങ്ങനെയാണ് പ്രസൻസ്? ഇപ്പം സിജു വിൽസൺ എങ്ങനെ കലംബാസുരന്റെ പ്രസൻസ്? ഓൾമോസ്റ്റ് എന്നെക്കാളും കൂടുതൽ ഡേറ്റ്സ് പുള്ളിയായിരുന്നു. പുള്ളിയുടെ ഡേറ്റ്സ് അതെ ആ കാര്യമാണ്. തുടങ്ങുമ്പോൾ കലംബാസുരന്റെ ഉണ്ടായിരുന്നു. കലംബാസുരനാണ് ഇതിലെ ഹീറോ ഇരിക്കുന്നുണ്ടല്ലേ. പുള്ളിയൊക്കെ നിന്നിട്ട് ഞാനൊക്കെ കലംബാസുരൻ ഉണ്ട്. കലംബാസുരനുണ്ട് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. കലംബാസുരൻ ഒരു ക്യാരക്ടറായിട്ട്. കലംബാസുരന്റെ സാന്നിധ്യം എവിടെയുണ്ട്, പ്രസൻസ് എവിടെയുണ്ട്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? സുൽത്താൻ ബത്തേരി, സുൽത്താൻ ബത്തേരി. ഡൽഹിയിലുണ്ടായിരുന്നു. അമ്പലവേൽ, സുൽത്താൻ ബത്തേരി അമ്പലവേൽ. തിരുവനന്തപുരം ഡൽഹിയിലൊക്കെ കേരള ഷൂട്ടിംഗ് അതുപോലെ തന്നെ എങ്ങനെയാണ് കൃഷ്ണേന്ദുവിലേക്ക് ഈ ഒരു ക്യാരക്ടർ, ഒരു നാടൻ ക്യാരക്ടർ കൃഷ്ണേന്ദുവിനെ ഡയറക്ടർ നമ്മൾ എൻ്റെ സെലക്ഷൻസും പരിപാടികളൊക്കെ നടത്തി അങ്ങനെ എടുക്കുമായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനെയും? അതെ, നമ്മൾ പറഞ്ഞല്ലോ ബാക്കിയുള്ളവർ നമ്മൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ നമുക്ക് കണ്ടെടുക്കാൻ എളുപ്പമുണ്ട്, കുറച്ചുകൂടെ എളുപ്പമുണ്ട്. നായിക ഒരു പുതിയൊരാളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഷാൻ റഹ്മാനാണ് ഈ സിനിമയിലെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക്? ഇപ്പൊ റിലീസായപ്പോ കേട്ടില്ല പാട്ടെന്ന് അല്ല, ഇപ്പൊ റിലീസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് അത് നല്ലൊരു പാട്ട് എങ്ങനെയുണ്ട്? നല്ല പാട്ടാന്ന് പറഞ്ഞു. നല്ല പാട്ടായിരുന്നു. അല്ല, ഞാൻ താളം പിടിക്കണ്ടായിരുന്നു. ഞാൻ താളം പിടിക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് സൂപ്പർ ആയിരുന്നു, നല്ലൊരു മെലഡി സോങ് ആണ്. അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു ത്രൂ ഔട്ട് ഇതുപോലെ എന്റർടൈനിങ് മ്യൂസിക്കുകൾ ഒരുപാട് ഈ സിനിമയിൽ. നമ്മുടെ പടത്തിൽ 2 പാട്ടുണ്ട്. 2 പാട്ടും 2 ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതിൽ മെലഡിയാണ് നമ്മൾ ഇന്ന് റിലീസ് ചെയ്തത്. ആ പാട്ടാണ് കേട്ടത്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ട്. അത് കുറച്ച് 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു റിലീസൊക്കെ പ്രതീക്ഷിക്കും. ആ ലൊക്കേഷനൊക്കെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കലംബാസുരനും കൂടെ ഇൻക്ലൂഡ് ആയൊരു ലൊക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ലൊക്കേഷനൊക്കെ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ്, ആ ടൈമിൽ ഭയങ്കര ചൂട് ടൈമായിരുന്നേ. രക്ഷ ഉണ്ടായിരുന്നില്ല. മരമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ പാറ കോറിയൊക്കെയാണ്. അവിടെ മരമൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും. അവിടെ ഇത്രയും ദിവസം ഷൂട്ട് കിടക്കാന്ന് വെച്ചാൽ ഞാനൊക്കെ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി കലമ്പിനെ ധ്യാനിക്കാന്ന് പറയുന്നതാണ്. പുള്ളി ഭയങ്കര ഭക്തയായതുകൊണ്ട് അതുകൊണ്ടാണ് ചൂടൊന്നും അറിഞ്ഞില്ല. വരുന്നുണ്ട്.
ആ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് ഇല്ലേ? കലംബാസ് ഉണ്ട് ഇല്ല എന്റെ സത്യമായിട്ടും. ഫേസിലില്ല ഒരു പോസിറ്റിവിറ്റി. ശരിക്കും നോക്കിയില്ലേ? അത് ഞാൻ കണ്ടാണ് നിഷ ഇരിക്കുന്ന സമയത്ത് നിഷയുടെ പെട്ടെന്ന് മുകളിൽ ഒരു നിഴൽ ഇങ്ങനെ വന്ന് തണലാവുന്നത്. നിഷ അത് കറക്റ്റായിട്ട് അത് എന്താ ഒരു നിഴൽ ചേച്ചിയുടെ മേഘം ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം മൊത്തം ഒരു കലംബാസുരൻ എഫക്റ്റ് ആണെന്ന്. അത് പെട്ടെന്ന് ഒരു അസുര സ്ത്രീനെ പോലെ തോന്നുന്നുണ്ട്. അതാണ് അങ്ങനെയല്ല, കലംബാസുരൻ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ശരിക്കും കലംബാസുരനെ അനുഗ്രഹിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആ കലംബാസുരൻ കാരണം ഈ മൂവി ഉണ്ടായത്. കലംബാസുരൻ കാരണം ഇത്രയും അല്ല പേർക്ക് ആദ്യം ഇതിന്റെ ഒരു സജീവേട്ടൻ കഥ ആലോചിക്കുന്ന സംഭവത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് കലംബാസുരനാണ്. അതെ. അപ്പൊ First casting. ഈ ഒരു കഥ കേൾക്കുമ്പോൾ സിജു ചേട്ടനാണെങ്കിലും കലംബാസുരൻ എന്താണ് അപ്പൊ ആദ്യം ചോദിച്ചത്? കലംബാസുരൻ എന്ന് പറഞ്ഞൊരു സംഭവം ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ കഥ കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു? അല്ല എന്നെക്കാളും സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ട് കലംബാസുരന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കും സ്ക്രീൻ സ്പേസ് ഉണ്ട് അത്യാവശ്യം. നല്ല ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് കലംബാസുരൻ്റെ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടെയൊക്കെ തന്നെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് ഞാൻ എന്തായാലും മലയാള സിനിമയ്ക്ക് നല്ലൊരു അസുരനെ നല്ലൊരു സൂപ്പർ സ്റ്റാറിനെയാണ് കിട്ടിയത്. സാറ്റലൈറ്റ് വാല്യൂ കൂടുതലേ ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ. ഇത്രയും ഇതേ ബോഡിയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ മലയാളത്തിൽ ഇതേ ബോഡിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് അതിശയൻ, പണ്ട് അതിശയൻ 12 പാക്ക് അല്ലേ? 5 ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ് 5 പാക്ക്. ഞാൻ അറിയില്ല. 5 പാക്ക് ഞാൻ എണ്ണം തെറ്റിയതാ. എണ്ണം തെറ്റി അടിച്ചു. ആ 5 ഇതും 5 പദ്ധതികളാണ്. അത് ലാസ്റ്റത്തെ പദ്ധതിയാണ്. മൊത്തം ഒരു പദ്ധതി ആയിട്ടാണ്. മോളിൽ കാണുന്ന 4 പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. താഴെ കാണുന്ന വലിയ പദ്ധതിയാണ് ഇപ്പൊ നടപ്പാക്കി കഴിഞ്ഞത് സിനിമയില്. ഈ ഒരു സിനിമയിൽ സർക്കാരിനെതിരെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപ്പിലാകാതെ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എന്താണ് നമ്മളെ കുറിച്ചാണ് ഒരു സിനിമ പറയുന്നത്, നമ്മൾ മനുഷ്യരെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മൾ യെസ് പറയുന്ന, ഒപ്പം പോകുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഒരാളപ്പുറത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അയാളോട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് കടന്നു പോകുന്ന, അല്ലെങ്കിൽ അപ്പുറത്ത് മതിലുമ്മയ്ക്ക് ഒരു പെരുമ്പാമ്പ് കയറി പോകുന്ന കാണുമ്പോഴും അത് ഇപ്പുറത്തേക്കല്ലല്ലോ വരുന്നത്, അപ്പുറത്തേക്കാണല്ലോ പോകുന്നതെന്ന് വിചാരിച്ച് സ്വന്തം കാര്യം നോക്കി നമ്മുടെ വീടിൻ്റെ കോലായിൽ ചാരിവസ്ത്രയിൽ മലർന്ന് കിടക്കുന്ന, അങ്ങനെ നമുക്ക് പരിചയമുള്ളതോ നമ്മുടെ വീടിനകത്തുള്ളതോ അപ്പുറത്തെ വീട്ടിലുള്ളതോ നമ്മുടെ സുഹൃത്ത് ശൃംഖലയിലുള്ളവരൊക്കെ ആയിട്ടുള്ള ആളുകൾ പരിചയം ഉണ്ടാവും. ആ മനുഷ്യരൊക്കെ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സിനിമ. പല ഇടങ്ങളായിട്ട് നമുക്ക് പല തരത്തിൽ കാണാം. ഓക്കെ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫൺ ഫാക്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പഞ്ചവത്സര പദ്ധതി. 5 എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. പഞ്ചവത്സര പദ്ധതി, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചമുഖങ്ങള്, പിന്നെ എന്താണ് പഞ്ചഭൂതങ്ങള്, പഞ്ചഗുസ്തി, കുറെ 5 എന്ന് പറഞ്ഞ സംഭവമാണ്. പഞ്ചവടിപ്പാലം, പഞ്ചസാര, പഞ്ചമിഠായി. ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഞാൻ ആദ്യം പഞ്ചകൂട്ടികളെല്ലാം മൊത്തത്തിൽ ഒരു 5 പടമായിരിക്കും പഞ്ചവത്സര പദ്ധതി. അത്രേ ഉള്ളൂ. അതിലേക്ക് എത്തിക്കാനാണ്. എവിടെയാണ് പഞ്ച് കിട്ടുന്നതെന്നുള്ളതാണ് പറയുന്നത്. ആ പഞ്ച് എവിടെ ആയിരിക്കും സിനിമയിൽ ഏറ്റവും കൂടുതൽ? ഒന്നും പറയുന്നില്ല, എനിക്ക് ചോദിക്കുക കുത്തി കുത്തി എവിടെയൊക്കെയാണെന്നൊക്കെ. എനിവേ, പ്രേക്ഷകരോടായിട്ട് ഈ ഒരു പഞ്ചവത്സര പദ്ധതി ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? അല്ല, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് സിനിമ കാണാമെന്നുള്ള പരിപാടി തന്നെയാണ് പറയുന്നത്. അത് തിയേറ്ററിൽ തന്നെ കണ്ടാൽ ഇത് ഭംഗി, അതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. വൈഡ് ഫ്രെയിംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. അതാണ് ഭയങ്കര രസമുള്ള ലൊക്കേഷൻ ആയിരുന്നു. അതെ, അത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. അത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തൊരു സിനിമയാണ്. പിന്നെ കലംബാസുരൻ എന്ന് പറയുന്ന ആരാണെന്നും അല്ലെങ്കിൽ എന്താണ് പുള്ളിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതെന്താണ് ഈ സിനിമയിൽ പുള്ളിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ എല്ലാവരെയും മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചതാണല്ലോ, നമുക്ക് തമാശയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇത് ഉള്ളിലൊരു ചോദ്യമായിട്ട് നിൽക്കുന്നില്ല. ഇത് എന്താണ്, എന്തായിരിക്കും എന്നുള്ളൊരു സാധനം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി ആണ് പിടിച്ചിരുന്നത്. എന്താണ് കലംബാസുര? സിനിമ കണ്ടാൽ ഒരു 2 ഗുണം ഉണ്ടാവും. ഒന്ന്, നമുക്ക് കുറെ സമയം ലാഭം കിട്ടും, കുറെ കാശും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കാണുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഗുണം കുറെ സമയം ലാഭം കിട്ടും, കുറെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നഷ്ടപ്പെടുത്തുന്ന കുറെ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ 2 ഗുണമാണ് വലിയ ഗുണമാണത്. ലോകത്തെ ഏറ്റവും വില കൊടുക്കുന്നത് സമയത്തിനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വില നമുക്ക് സമയത്തിന് തന്നെയാണ്. പിന്നെ പണം
ഇത് രണ്ടും ഈ സിനിമ കണ്ടാൽ നടക്കും. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കായിട്ട് പഞ്ചവത്സര പദ്ധതി ഏപ്രിൽ 26 വരുവാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ പണം സേവ് ചെയ്യാനും അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം സേവ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മലയാളി ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടുമടുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സിനിമയുണ്ട്, നമ്മൾ കാണേണ്ടുന്നൊരു സിനിമയുണ്ട്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു വെറൈറ്റി സിനിമ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു കലംബാസുരൻ എന്നൊരു ക്യാരക്ടർ വരുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും വളരെ ക്യൂരിയസ് ആണ് എന്താണ് കലംബാസുരൻ എന്ന് അറിയാൻ എന്നെ വേണ്ടി. ഇപ്പൊ ഫോണൊക്കെ വിളിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് ഹലോ കലംബാസുര കലംബാസുര എവിടെ ഉണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി ഇന്റർവ്യൂവിന് ശേഷം ഞാനാണെങ്കിൽ അവിടെ നിന്ന് കലംബാസുര രക്ഷിക്കണേ എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് തിയേറ്ററിൽ ശേഷം. നിന്ന് ഇറങ്ങി വരുന്ന എല്ലാവരും കലംബാസുരൻ എന്നായിരിക്കും പറയാം. കലംബാസുര ദർശനം കലംബാസുരൻ കഴിഞ്ഞായിരിക്കും അത്ര- പറയാം. വാതിലുകൾ അല്ലെങ്കിൽ തുറക്കപ്പെടാൻ സാധ്യതയില്ല. കലംബാസുരൻ ഇടപെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചൊല്ലണം, ചൊല്ലാതെ പ്ലവന സംഹിതയിൽ രേഖപ്പെടുത്തിയ പ്ലവന സംഹിതയിൽ രേഖപ്പെടുത്തിയ കലംബാസുരനെ കാണാൻ ഞാൻ ഒത്തിരി ക്യൂരിയസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഒന്നടങ്കം ട്രെയിലർ വന്നതിന് ശേഷം ക്യൂരിയസ് ആണ്. എനിവേ ഏപ്രിൽ 26 പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ നിങ്ങളിലേക്ക് എത്തുന്നത്. മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം കലംബാസുരൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ ട്രെയിലറിലാണെങ്കിലും പോസ്റ്റേഴ്സിലാണെങ്കിലും കലംബാസുരൻ്റെ ആ ബോഡിയും 5 pack ഉള്ള കലംബാസുരനെ കാണാൻ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. എനിവേ താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശക്തിമന്ത്രം പിന്നെ ചൊല്ലിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ തുടക്കം ചൊല്ലിച്ചു, അവസാനം ചൊല്ലിക്കല്ലേ? അവസാനം ചൊല്ലിക്കോളൂ. അവസാനം ഇനി ഒന്നും തന്നെ കൂടി ചൊല്ലാലോ. ഞാൻ പഠിച്ചില്ല, ഒന്നും കൂടി പറഞ്ഞു തന്നാൽ ഞാൻ കലംബാസുര കലംബാസുര സർവരാജ്യ രക്ഷക സർവരാജ രക്ഷക സൗരയൂഥ പാലക സൗരയുധ പാലക കാത്തോളണമേ കാത്തോളനെ പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.